Happy Sabbath to every one of you. എല്ലാവർക്കും സന്തോഷ ശബത്ത് ആശംസിക്കുന്നു. At the beginning of the Sabbath day, we have gathered here to thank God for having given us 100th year in the Kerala God's work. കേരളത്തിലെ ദൈവത്തിൻ്റെ സഭയ്ക്ക് 100 വർഷം ആഘോഷിക്കുവാൻ, 100ാമത്തെ വർഷം ആഘോഷിക്കുവാൻ നൽകിയ ഈ വിശിഷ്ടമായ സമയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. I want to thank every one of you for having come and thank the God for His blessing upon our field here in Kerala. കേരളത്തിലെ വയൽ പ്രദേശത്തെ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിച്ചതിന് ദൈവത്തോട് നന്ദി സ്തോത്രം കരേറ്റുവാൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം നിങ്ങളേവരെയും സഹായിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. May God bless His church and every one of you. ദൈവത്തിൻ്റെ സഭയെയും നിങ്ങളേവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. The Lord has given us an important message to share with others. മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം വളരെ സുപ്രധാനമായ ഒരു ദൂത് ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. This is one of the greatest messages He has given to us through the Word of God. ദൈവത്തിൻ്റെ വചനത്തിലൂടെ നൽകപ്പെട്ടുള്ളതായ വളരെ സുപ്രധാനമായ ഒരു ദൂതാണിത്. The great message is that Jesus is coming again. ആ മഹത്തായ ദൂത് കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്നുള്ളതാണ്. Jesus is coming again. യേശു ക്രിസ്തു വീണ്ടും വരുന്നു. He is coming sooner than we all think. നാം പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരുന്നു. You know, great work to be done, so little the members are. കർത്താവിൻ്റെ വരവിന് മുൻപായിട്ട് വളരെ വേഗത്തിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഒരു വലിയ വേല നമുക്കുണ്ട്. 7:00. We have 34,000 membership in the Kerala field. കേരള വയൽ പ്രദേശത്ത് 34,000-ഓളം അംഗങ്ങളുണ്ട്. And as our Chief Minister has addressed today, it is a thickly populated state. ഇന്ന് മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പ്രസ്താവിച്ചതുപോലെ ജനനിബിഡമായ ഒരു സംസ്ഥാനമാണ് കേരളം. So much to be done with little people. വളരെ വലിയ മഹത്തായ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. Great message. ഒരു മഹത്തായ ദൂത്. And I was just studying a statistic about Christians in India. ഇന്ത്യയിലുള്ളതായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഒരു സ്ഥിതിവിവര കണക്ക് ഞാൻ എടുക്കുകയുണ്ടായി. And all of you know that it is only 2% or 2.5% of Christians of the entire India. ഇന്ത്യയിലുടനീളം 2.5% ക്രിസ്ത്യാനികൾ മാത്രമാണുള്ളത്. And when you take the entire total of the population, ജനസംഖ്യ മുഴുവനായിട്ട് നമ്മൾ നോക്കുമ്പോൾ and 65% and plus 6 are South Indians. അതിൽ 65%-ലധികം ദക്ഷിണേന്ത്യയിലുള്ളവരാണ്. Indian Christians means only South Indians. ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾ ബഹുഭൂരിഭാഗം ദക്ഷിണേന്ത്യയിലുള്ളവരാണ്. That is 65.6 South Indians. 65.6% തെക്കേ ഇന്ത്യക്കാർ ക്രിസ്ത്യാനികളാണ്. And 10.6 Northeast Indians. 10.6% ഉത്തരേന്ത്യക്കാരാണ്. And 3.2 Hindi speaking people. 3.2. 3.2% ഹിന്ദി സംസാരിക്കുന്നവരാണ്. But when you take out the 65.6 South Indians, the Kerala stands first. ഈ തെക്കേ ഇന്ത്യയിലെ 65.6% കേരള സംസ്ഥാനമാണ് മുന്നിട്ട് നിൽക്കുന്നത്. And the Malayalis, they come first. മലയാളികൾ മുൻപന്തിയിൽ നിൽക്കുന്നു. And 31.6 are Malayalis. അതിൽ 31.6% മലയാളികളാണ്. And 16.9 are Tamil. 16.9% തമിഴരാണ്.
and 12.8 is Telugu, 12.8% തെലുങ്ക് സംസാരിക്കുന്നവരാണ്. and 5% Marathi, 5% മറാത്തികൾ, and 4.6 Biharis, 4.6% ബീഹാറികൾ, and 4.3 Kannadigas, 4.3% കന്നഡ സംസാരിക്കുന്നവർ, and 2.7 Oriya. 2.7% ഒറിയ ഭാഷക്കാരാണ്. This is the ratio of Christians in India. ഇന്ത്യയിലുള്ളതായ ക്രിസ്ത്യാനികളുടെ ഒരു സ്ഥിതിവിവര കണക്കാണ്. 1.21 billion people in India. ഇന്ത്യയിൽ 10 ദശലക്ഷത്തിലധികം ക്രിസ്ത്യാനികൾ. And here is a little group trying to say that Christ is coming again. എന്നാൽ ഇവിടെ ഒരു ചെറിയ സമൂഹം കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്ന് ഘോഷിക്കുന്നു. I was just studying about the history of how the truth came to Tamil Nadu, then from Tamil Nadu how it came to Kerala. ഈ സുവിശേഷം തമിഴ്നാട്ടിലും തുടർന്ന് കേരളത്തിൽ എപ്രകാരം വന്നെത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു. And during the 19th century, towards the end of the 19th century, a great awakening took place. 19ാം നൂറ്റാണ്ടിൻ്റെ അതിൻ്റെ അവസാനത്തോടെ ഒരു വലിയ ഉണർവ് സംഭവിച്ചു. Mr. Garnier, one missionary from England, came to Sri Lanka. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു മിഷണറി ശ്രീലങ്കയിലേക്ക് വന്നു. And Garnier was, while he was preaching, he was arrested. അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അറസ്റ്റിലായി. The British governor himself came and asked him, what did he preach? ബ്രിട്ടീഷ് ഗവർണർ തന്നെ വന്ന് എന്താണ് നിങ്ങൾ പ്രസംഗിച്ചത് എന്ന് ചോദിക്കുകയുണ്ടായി. The governor learned that Garnier was preaching the soon return of Christ. ഗവർണർ എന്ന് പറയുന്നതായ മിഷണറി കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേഗത്തിലുള്ള വരവിനെ സംബന്ധിച്ചാണ് പ്രസംഗിച്ചത് എന്ന് ഗവർണറോട് പറയുകയുണ്ടായി. And it is he who took much interest and released Garnier in Sri Lanka. ശ്രീലങ്കയിൽ ദൈവത്തിൻ്റെ ദൂത് പ്രചരിപ്പിക്കുവാൻ തക്കോണം വളരെ മുഖ്യ പങ്ക് വഹിച്ച അദ്ദേഹമാണ് ഗാർണർ എന്ന് പറയുന്ന മിഷണറി. After which the people were trying to distribute pamphlets and books to the people to know that Christ is coming soon in Sri Lanka. ശ്രീലങ്കയിലുള്ളതായ ജനങ്ങളോട് കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വരുന്നു എന്ന് പ്രതിപാദിക്കുന്നതായ ചെറിയ പുസ്തകങ്ങളും ലഘുലേഖകളും അനേകർ വിതരണം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. During which time our Oriental Watchman Publishing House also published the book of Daniel and Revelation, and the colporteurs took this book to Sri Lanka. ആ സമയത്ത് നമ്മുടെ ഓറിയന്റൽ വാച്ച്മാൻ പബ്ലിഷിംഗ് ഹൗസും ദാനിയേൽ വെളിപ്പാട് പ്രവചനങ്ങളെ സംബന്ധിച്ചുള്ളതായ ലഘുലേഖ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. And during the time of Elder W. Spicer, he was a manager, and it is his time the message was taken to Sri Lanka. ആ സമയത്ത് പബ്ലിഷിംഗ് ഹൗസിൻ്റെ മാനേജറായിരുന്നത് സ്പൈസർ ആയിരുന്ന അദ്ദേഹമാണ് ശ്രീലങ്കയിൽ ദൂത് എത്തിക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായത്. It was in 1904. Harry Armstrong, one of our Seventh-day Adventist pastor, as a being young and preached in the street without having any mic or anything about Christ coming. ഹാരി എന്ന് പറയുന്നതായ മിഷണറിയാണ്, ഹാരി ആംസ്ട്രോങ് എന്ന് പറയുന്നതായ മിഷണറിയാണ്. ഉച്ചഭാഷണിയൊന്നും കൂടാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ സംബന്ധിച്ച് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ആദ്യമായിട്ട് ഇടയായത്. Armstrong learned to read and write and preach in that island language. ദ്വീപിലെ ഭാഷ വായിക്കുവാനും അത് സംസാരിക്കുവാൻ തക്കവണ്ണം പഠിച്ചതിന് ശേഷം ആ ഭാഷയിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. The history says he was a very mighty preacher, therefore many people were attracted to hear the preaching of the Armstrong. ഈ ആംസ്ട്രോങ് എന്ന് പറയുന്നതായ അദ്ദേഹം വളരെ നല്ല പ്രസംഗകനായിരുന്നതിനാൽ അനേകരെ തൻ്റെ പ്രസംഗത്തിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. And on one occasion, some Sabbath keepers from Tamil Nadu, they were listening the preaching of Armstrong about Christ coming. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിലുള്ളതായ
ചില മനുഷ്യരും ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി. And they invited Armstrong, you please come and preach over here. അവര് മിസ്റ്റർ ആംസ്ട്രോങ്ങിനെ ഈ ദൂത് പ്രസംഗിക്കുവാൻ തക്കവണ്ണം തമിഴ്നാട്ടിലേക്ക് ക്ഷണിച്ചു. That is the way the message of Christ coming came to Prahasapuram. അങ്ങനെയാണ് പ്രകാശപുരത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ സംബന്ധിച്ചുള്ള ദൂത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത്. And because of the ill health of Armstrong, he had to return to England in 1906. 1906 അനാരോഗ്യം കാരണം എൽഡർ ആംസ്ട്രോങ്ങിന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. And the work of God began to spread in Tamil Nadu area, especially Prakasapuram. തമിഴ്നാട് പ്രദേശത്ത് പ്രത്യേകിച്ച് പ്രകാശപുരത്ത് ഈ ദൂത് വളരെ വ്യാപകമായി തീരുവാൻ തക്കവണ്ണം ഇടയായി. From Prakasapuram, Suviseshamuthi came as a colporteur to Kerala to tell the good news of Christ coming to God's people. പ്രകാശപുരത്തു നിന്നാണ് സുവിശേഷമുത്തു എന്ന് പറയുന്ന ആ ഗ്രന്ഥ സുവിശേഷകൻ കേരളത്തിൻ്റെ ഈ തെക്കൻ ഭാഗത്ത് കടന്നു വരുവാനും ഈ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ചുള്ള ദൂത് ഘോഷിക്കുവാൻ തക്കവണ്ണം ഇടയായത്. As you read the word of God over and over again, you will find Christ is coming again. വേദപുസ്തകത്തിലുടനീളം നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുന്നു എന്നുള്ളതായ ആ പ്രസ്താവന വളരെ അധികം കാണുവാൻ തക്കവണ്ണം കഴിയും. In the book of Hebrew 10th chapter 37th verse says, എബ്രായ ലേഖനം 10ാം അധ്യായത്തിന്റെ 37ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: For yet in a very little while he who is coming will come and will not delay. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. In a little while he who is coming will come. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. He is at the door. അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. He is at the door. അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു. Christ is at the door. ക്രിസ്തു വാതിൽക്കൽ ആയിരിക്കുന്നു. The same message has to be given to everyone. ഈ ദൂത് എല്ലായിടത്തും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. You know, every sign about his coming is fulfilled. കർത്താവിന്റെ വരവിന് മുന്നോടിയായി നടക്കേണ്ടതായ എല്ലാ അടയാളങ്ങളും നിവൃത്തിയായിരിക്കുന്നു. Every sign, every prophecy, what has been written in the word of God has been fulfilled. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായ പ്രവചനങ്ങൾ ഒന്നൊന്നായിട്ടെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. But the word of God still gives the assurance to all of us, he is coming again. എന്നാൽ ദൈവത്തിന്റെ വചനം വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ആ വലിയ സത്യമാണ്. We are celebrating 100th year. നാം ഇന്ന് 100ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. And what is we are going to do after this celebration? ഈ ആഘോഷത്തിന് തുടർന്ന് നാം എന്താണ് ചെയ്യുവാൻ തക്കവണ്ണം ഉദ്ദേശിക്കുന്നത്? As and when we celebrate, I always feel it is a commitment to God. Lord, you have given us this much blessing to our church, and hereafter we are going to be different. ഈ കാലം അത്രയും ദൈവം നമുക്ക് ഈ വലിയ ഒരു ദൗത്യം നമുക്ക് നൽകി ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം. എന്നാൽ ഇനി തുടർന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ തക്കവണ്ണം പോകുന്നത്? As we celebrate this 100th year, we have to think about our early pioneers and the elders and the pastors who have served for us. നമ്മൾ ഈ 100ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ നമ്മുടെ വയൽ പ്രദേശത്ത് പ്രവർത്തിച്ചതായ മുൻഗാമികളെയും വളരെയധികം ഈ സത്യത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായ ഈ മുൻഗാമികളെയൊക്കെയും നമ്മൾ സ്മരിക്കേണ്ടതാണ്. In as much as they have done, I am also going to do henceforth. That should be the decision of everyone. അവര് വളരെ ത്യാഗനിർഭരമായി പ്രവർത്തിച്ചു. ഞാനും അപ്രകാരം ത്യാഗമനസ്സോടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. Jesus loves you. യേശു നമ്മെ സ്നേഹിക്കുന്നു. The same message should be told to everyone. അത് എല്ലാവരോടും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. He is coming again. അവൻ വീണ്ടും വരുന്നു. He is coming again to take us all to his kingdom. തന്റെ ജനത്തെ ദൈവരാജ്യത്തിൽ ചേർക്കുന്നതിനായിട്ട് അവൻ വീണ്ടും വരുന്നു. Our theme says about to reach home.
നമ്മൾ ഏതാണ്ട് ഭവനത്തിൽ എത്താറായിരിക്കുന്നു എന്ന് ഈ പ്രമേയം ഇവിടെ വായിക്കുവാൻ കഴിയുന്നു. Every word of God you will read about his coming. ദൈവത്തിന്റെ വചനത്തിലുള്ളതായ വാക്യങ്ങൾ ബഹുഭൂരിഭാഗം കർത്താവിന്റെ വീണ്ടും വരവിനെ പ്രതിപാദിക്കുന്നവയാണ്. Every promise have been fulfilled. വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. Every prophecy have been fulfilled. പ്രവചനങ്ങൾ നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു. And we see his signs indicating that he is coming again. കർത്താവ് വീണ്ടും വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതായ അടയാളങ്ങളൊക്കെയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. So what is your response? എന്നാൽ നമ്മൾ എപ്രകാരമാണ് അതിന് പ്രതികരിക്കുന്നത്? Do you want to go alone to the to his kingdom? അവരുടെ രാജ്യത്തിൽ നാം തനിയെ പോകാനാണോ ഉദ്ദേശിക്കുന്നത്? It is a joy that we tell this good news to others. സദ്വർത്തമാനം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ്. Why he is coming? എന്തുകൊണ്ട് അവൻ വരുന്നു? Oh, he is coming to take us his home. അവൻ നമ്മെ അവന്റെ രാജ്യത്തിൽ ചേർക്കുവാൻ തക്കവണ്ണമാണ് വരുന്നത്. Oh, why he is coming? അവന് എന്തുകൊണ്ട് വീണ്ടും വരുന്നു? To destroy the wicked. ദുഷ്ടന്മാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം Jesus is coming. യേശുക്രിസ്തു വരുന്നു. In the book of Revelation, വെളിപ്പാടിന്റെ പ്രവചനം 22nd chapter, 22ാമത്തെ അധ്യായം, in 3 places you would read the Lord's coming. 3 ഭാഗത്തായിട്ട് കർത്താവിന്റെ വേഗത്തിലുള്ള വരവിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നു. In the 22nd chapter, the 7th word says, 7ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: And behold, I am coming quickly. Blessed is he who heeds the word of prophecy of this book. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. He is coming quickly. അവൻ വേഗത്തിൽ വരുന്നു. Again the word 12th you will read, I am coming quickly. വീണ്ടും നമുക്ക് 12ാമത്തെ വാക്യത്തിൽ വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു. Behold, I am coming quickly, and my reward is with me to render to every man according to what he has done. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. Again in the 20th words we will read, I am coming quickly. Amen. Come Lord Jesus. 20ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു: ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. This is he was ready. Saint John was ready and he said, Lord, I am ready, come. അപ്പോസ്തലനായ യോഹന്നാൻ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവനായിരുന്നു. അതുകൊണ്ട് വേഗത്തിൽ കർത്താവേ വരേണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. Are you ready? നാം ഇന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? Are you preparing others to be ready for his coming? കർത്താവിന്റെ വരവിന് വേണ്ടി മറ്റുള്ളവരെ നാം ഒരുക്കുന്ന വേലയിലാണോ? Remember, it is God has given a great responsibility to each and every person. ഓരോ വ്യക്തിക്കും ദൈവം വളരെ പ്രധാനപ്പെട്ടതായ ഉത്തരവാദിത്വം നൽകിയിരിക്കുകയാണ്. Those who have accepted him as his personal savior, അവനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചതായ എല്ലാ മനുഷ്യരും, and we have to tell others about his coming. അവന്റെ വരവിനെ സംബന്ധിച്ച് നാം മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. In the book of Isaiah 62nd chapter, യെശയ്യാവിന്റെ പ്രവചനം 62ാമത്തെ അധ്യായം, and the 6th verse says, അതിന്റെ 6ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: okay. On your walls, O Jerusalem, I have appointed watchmen. All day and all night they will never be silent. Ye who remain the Lord, take no rest for yourself. യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെയാക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. Those who accept and those who keep the Sabbath, those who accept Jesus our personal Savior, we cannot be silent.
യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നവര് ദൈവത്തിന്റെ വിശുദ്ധ ശബദ് അംഗീകരിക്കുന്നവർക്ക് ഒരിക്കലും മിണ്ടാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കില്ല. It is appropriate that we take a decision on this special occasion. ഈ പ്രത്യേക അവസരത്തിൽ ഒരു പ്രത്യേക തീരുമാനം എടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. And you will read in the experience of the disciples of Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അനുഭവത്തെ സംബന്ധിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നു. What we have seen and what we have done, we cannot keep silent. ഞങ്ങൾ കേട്ടതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ അനുഭവിച്ചതുമായ കാര്യങ്ങൾ പ്രസ്താവിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന്. The Lord is coming. യേശു ക്രിസ്തു വീണ്ടും വരുന്നു. He who is coming will come and will not delay. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. Are you ready? നാം ഒരുങ്ങിയിട്ടുണ്ടോ? The word of God says that he is coming quickly. ദൈവത്തിന്റെ വചനം കർത്താവ് വേഗത്തിൽ വരുന്നു എന്ന് പ്രസ്താവിക്കുന്നു. And he is coming quickly. അവൻ വളരെ വേഗത്തിൽ തന്നെ വരും. The word of God again says, reminded that yes, I am coming quickly. അതെ, ഞാൻ വേഗം വരുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നാം വായിക്കുന്നു. I was studying about our early pioneers and their experiences. ഞാൻ നമ്മുടെ അഡ്വന്റിസ്റ്റ് മുൻഗാമികളെ സംബന്ധിച്ച് അവരുടെ അനുഭവങ്ങളെ സംബന്ധിച്ചും പഠിക്കുകയായിരുന്നു. When we think about the early part of our work in a Battle Creek, നമ്മുടെ സഭയുടെ ആരംഭകാലഘട്ടത്തിലെ സംഭവങ്ങളെ സംബന്ധിച്ച്, ബാറ്റിൽ ക്രീക്ക് സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. we had school, we had churches, and we had hospital and publishing house. നമുക്ക് സഭകളും അതുപോലെ തന്നെ ആശുപത്രിയും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനവും ഒക്കെ ഉണ്ടായിരുന്നു. And the instruction was given to everyone. എല്ലാവർക്കും പ്രത്യേക നിർദ്ദേശം നൽകപ്പെട്ടിരുന്നു. Preach and pray. പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. And today, most of us, when we work for God, we expect what we supposed to do. ഇന്ന് നമ്മൾ വളരെ തിരക്ക് പിടിച്ചതായ ജീവിതശൈലി, നാം എന്താണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്? And we often say, what is my job description? എൻ്റെ ജോലിയെ സംബന്ധിച്ചതായ വിശദീകരണം എന്താണ്? The job description was given to our early pioneers, preach and pray. നമ്മുടെ മുൻഗാമികൾക്ക് നൽകപ്പെട്ടതായ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവരുടെ വേലയുടെ നിർവചനം എന്ന് പറയുന്നത് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. The same prescription has been given to all of us. അതേ കാര്യം തന്നെയാണ്, അതേ നിർദ്ദേശം തന്നെയാണ് നമുക്ക് ഏവർക്കും ദൈവം As you നൽകിയിരിക്കുന്നത്. read in the book of Matthew 24th chapter, you read about the signs of his coming. മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം What we are expected to do. നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. Watch and pray. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. What do you mean by watch? എന്താണ് ഉണർന്നിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Prepare others. മറ്റുള്ളവരെ ഒരുക്കുക എന്നുള്ളതാണ്. Tell them the good news. സദ്വർത്തമാനം മറ്റുള്ളവരെ അറിയിക്കുക. That is what the word of God says. അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. Watch and pray. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. The Lord is coming. യേശുക്രിസ്തു വരുന്നു. Let us take a vote today that in commemoration of this 100th year, Lord, I am going to tell the good news of your coming to everyone. ഈ 100 വർഷം ആഘോഷിക്കുന്നതായ ഈ വേളയിൽ കർത്താവായ യേശുക്രിസ്തു വേഗത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതായ സദ്വർത്തമാനം ഞാൻ എല്ലാവരെയും അറിയിക്കുവാൻ തക്കവണ്ണം പോവുകയാണ് എന്നൊരു ഉറച്ച തീരുമാനം നാം എടുക്കേണ്ടതായിട്ടുണ്ട്. So little we have done, so much to be accomplished. നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വളരെ അധികം നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട്. In the book of Matthew, you will again read, the harvest is plenteous, the labors are few. നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രകാരം വായിക്കുന്നു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. The Lord has kept before us an open door. ദൈവം നമുക്ക് തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു. Unlimited opportunities. When we speak, there are people to listen to us. അപരിമിതമായ അവസരങ്ങൾ ദൈവം നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. India has lots of opportunity.
ഇന്ത്യയിൽ നമുക്ക് വളരെയധികം അവസരങ്ങൾ ഉണ്ട്. As it has been said, people and people, that is India. എവിടെ പോയാലും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം. അതാണ് ഇന്ത്യ. I like to remind you again, നിങ്ങളെ വീണ്ടും ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, be ready ഒരുക്കമുള്ളവരായിരിക്കുക, and prepare others to be ready. മറ്റുള്ളവരെ ഒരുങ്ങുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുക. The Lord is coming. കർത്താവ് വീണ്ടും വരുന്നു. He is coming quickly. അവൻ വേഗത്തിൽ വരുന്നു. Thank you. God bless. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.